ശകുനം എന്താണെന്ന് നോക്ക്. കുടുങ്ങിയോ? എവിടെ കുടുങ്ങാൻ? ഇവന്മാരൊക്കെ പേടിച്ചു തൂറുകളല്ലേ. നമ്മൾ രക്ഷപ്പെട്ടെന്നേ. നാദവഴിയേ ചൊല്ല്. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? ഭ്രാന്ത് പിന്നെന്ത്? ആണസുരം, പെണ്ണ് ദേവം. നാദവഴിയാണ് ചൊല്ല്. ആദ്യം കേൾക്കുന്ന ശബ്ദം നാദം ഏത് വഴിക്കാണെന്ന് നോക്കുക. ആ ദിക്കിൽ നിന്ന് വരുന്നതാണ് ശകുനം. ആൺവർഗത്തിൽപ്പെട്ടതാണ് വരുന്നതെങ്കിൽ അസുരം. കിണറവിടെ കുഴിക്കേണ്ട, സുന്ദരകില്ലാടിക്ക് പോകാം. ഇനി പെൺവർഗത്തിൽപ്പെട്ടതാണ് വരുന്നതെങ്കിൽ പെണ്ണ് ദേവം. സുന്ദരകില്ലാടിയുടെ വാദമാണ് ശരി. കിണർ അവിടെ തന്നെ കുഴിക്കാം, തടസ്സമില്ല. മൗനം, മൗനമായി നിൽക്കുക. ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം. ആ ദിക്ക്, ആ വഴി വരുന്നതാണ് നമ്മുടെ ശകുനം. ആ വഴിന്ന് ആൺവർഗത്തിൽപ്പെട്ട ഒരു മുട്ടനാടെങ്കിലും വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. പെണ്ണാടാണെങ്കിൽ കുടുങ്ങിയില്ലേ? ഒരു പൂവങ്കോഴി ആയാ മതിയായിരുന്നു. ഉറപ്പിച്ച സ്ഥലത്ത് തന്നെ കിണർ കുത്താനാ നിമിത്തം പറയുന്നത്. ആരാടാ പ്രദീപ? അവള് അവൾക്ക് വരാൻ കണ്ട നേരമേ മാറി. ഇത് ദേവയാനി, ദേവൂന്ന് വിളിക്കും. സോമാജി വൈദ്യരുടെ വളർത്തുമകളാണ്. ഊരു ചുറ്റി മരുന്ന് വിൽപ്പനയും കഴിഞ്ഞ് അച്ഛനും മകളും കൂടെ ഗ്രാമത്തിലേക്ക് വരാൻ കണ്ട സമയം അസലായി. അതും പതിവില്ലാണ്ട് ദേവു കയറി മുമ്പിലങ്ങ് നടന്നു. ഇനിയിപ്പോ കില്ലാടി ഗണിച്ച സ്ഥലത്ത് തന്നെ കിണർ പണി തുടങ്ങാം. നല്ല നിമിത്തവുമായി ഞാൻ വന്നു. എന്നിട്ടും കിണർ കുത്തിക്കെന്താ ഒരു പേടി? അവന്റെ പേര് കിണർ കുത്തിന്നല്ല, പിന്നെ പ്രേമചന്ദ്ര സുന്ദര കില്ലാടി. ഓഹോ, എന്തുവാ? പ്രേമചന്ദ്ര സുന്ദര കിണർ കുത്തി. ആരുടെ തമാശ കേട്ടോ? ദേവ്യാരുടെ തമാശ കേട്ടോ? ഈ തമാശക്ക് പകരം ഈ കിണർ കുത്തി 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 ആദ്യത്തെ കുടം വെള്ളം എടുക്കുമ്പോ ഈ തമാശ ഇവിടെ തലയിലേക്ക് വെച്ച് തരാം. അതും വെച്ചോണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ തമാശ തമ്പുരാട്ട് കിടന്ന് ആടണം ഒരു ദേവയാന.